Hello friends, welcome to English classes. Yes, today we discuss the ballad of Father Gilligan, last part, that is from 5th stanza to 12th stanza. Yes, in this class you will get all these things, line by line explanation, word meanings, paraphrasing, question answers, summary, poetic devices, sample appreciation, right? That means everything concerning that part. Okay, now see, we have discussed the first four stanzas of the poem. I think you remember it. What's the name of the poem? The Ballad of Father Gilligan. Who is the poet? W.B. Yeats, William Butler Yeats. What's it about? What's his theme? You know, the poem is an affirmation of a loving, kind God who showers his benevolence on all his creations. It declares God is mercy, pity and love. God intervenes in the life of the priest at the time of immense need. The theme now, why did the poor man send for him? എന്തിനാ അദ്ദേഹം ഒരാളെ അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പാവപ്പെട്ട മനുഷ്യന് എന്തിനാണ് അയച്ചത്? പിന്നെ ഇദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞയച്ചത് എന്തിനാണ്? Did he go there? Why? ഓർമ്മ ഉണ്ടോന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ചർച്ച ചെയ്തതാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞോ? അദ്ദേഹം പോയോ? നമ്മൾ ചർച്ച ചെയ്ത ഭാഗം വരെയുള്ളൊരു പോകാൻ കഴിഞ്ഞോ? Okay, yes, we can have a recap of what we have already discussed. You know, this is the theme and the story that we have discussed so far is this one. You know, this is a ballad, a storytelling poem. That's why it is very interesting too, right? വളരെ രസമാണ്. പക്ഷേ അതുപോലെ നമുക്കൊന്ന് ആലോചിക്കാം. Father Gilligan, the old priest, was tired because he had to work day and night during an epidemic in the Irish countryside. He had to work hard because most of his parishioners had either died or died. One evening, completely tired out, Father Gilligan had dozed. Suddenly he was awakened by the urgent call of a parishioner who was sent by a poor man who was dying. Father began to grieve and complained that he had no rest, joy or peace. Soon he realized his mistake and prayed God to forgive him, saying that it was his exhausted body, not his spirit, complained of the state of his life. While he was praying, the tired priest fell asleep by the side of his chair. The evening passed and twilight disappeared from the fields. It was night and stars appeared in the sky. ഒരു ദിവസം നമ്മുടെ പ്രായമായ ഫാദർ ഗില്ലിഗണ്, അദ്ദേഹം വളരെ ക്ഷീണിച്ചിരുന്നു, നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ ആ ഇടവകയിലെ ആളുകളുടെ പകുതി പേരും ഒന്നുകിൽ മരിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ വ്യാപിച്ചിരുന്ന ഒരു എപ്പിഡമിക്കിന് ഇരയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാത്രിയും പകലും ഒക്കെ, അതായത് എല്ലാ സമയത്തും പൂർണ്ണമായിട്ടും അധ്വാനിക്കേണ്ടി വന്നത് കൊണ്ട് രണ്ട് കാര്യത്തെ ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒന്ന്, മരിക്കാൻ പോകുന്ന ആളുകൾക്ക് ലാസ്റ്റ് കമ്മ്യൂണിയൻ ചെയ്യേണ്ടിയിരുന്നു. അതുപോലെ തന്നെ മരിച്ച ആളുകൾക്ക് അതിന്റെ ഫ്യൂണറൽ റൈറ്റ്സ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ വളരെ ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ കസേരയിൽ ഒരു വൈകുന്നേരം ഇങ്ങനെ എന്ത് ചെയ്യുമ്പോൾ മയങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരു മരിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ പാരിഷിലെ ഒരു പാവപ്പെട്ട ഒരാളെ പറഞ്ഞയക്കുന്നു. അതിലെന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ വല്ലാതെ വിഷമം കൊണ്ട് അദ്ദേഹം ചെറുതായിട്ടൊന്ന് പരാതിപ്പെടാൻ തുടങ്ങി. എനിക്ക് സന്തോഷമോ അതല്ലെങ്കിൽ സമാധാനമോ അതല്ലെങ്കിൽ പിന്നെ വിശ്രമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോരാ. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പറഞ്ഞത് തെറ്റായി പോയി. അദ്ദേഹം ഉടനെ തന്നെ ദൈവത്തിനോട് മാപ്പ് ചോദിക്കുകയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എന്റെ ക്ഷീണിച്ച ശരീരമാണ്, ഞാൻ മനഃപൂർവ്വം എന്റെ ആത്മാവല്ല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത് ആത്മാപ്പ് ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. നമുക്കറിയാം. അതിന്റെ വൈകുന്നേരം കഴിഞ്ഞ് പിന്നെ രാത്രി ആവാൻ തുടങ്ങി. അറിയാലോ. ഇനി നമ്മൾ ചിത്രം നോക്കൂ. പ്ലീസ് സീ ദ പിക്ചർ. യെസ്, ദിസ് മേ ബി ദാറ്റ് സീൻ. വാട്ട് യു സീ there? Who is there? That man is right sleeping in the chair. And could he go to the poor man's house? നിങ്ങൾ അഭിപ്രായം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവും. When did he rise? ഉറക്കത്തിന് എപ്പോഴാണ് വന്നിട്ടുണ്ടാവുക?
What did he do then? അപ്പൊ എന്താ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊരു കാര്യം ചെയ്യാം. Let us read the remaining stanzas of the poem together. Then you will get all these things. മക്കളെ, നിങ്ങൾ ബുക്ക് എടുക്കണം. പുസ്തകം എടുത്തിട്ട് തുറന്നു വെച്ച് ഈ ടോണിനൊപ്പം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ ഒരു അവ്യക്തത വരാൻ സാധ്യതയാണ്. പക്ഷെ കിട്ടും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂട്ടത്തിൽ അങ്ങനെ വായിക്കണം. അങ്ങനെ വായിച്ചെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, റെഡി ഡിയേഴ്സ്? The old priest, Peter Gilligan, was weary night and day, for half his flock were in their beds or on their green sods lay. Once, while he nodded on a chair at the Muhtar Eve, another poor man sent for him, and he began to grieve. I have no rest, nor joy, nor peace, for people die and die. And after cried he, God forgive, my body spake, not I. He knelt, and leaning on the chair, he prayed and fell asleep. And the Muhtar went from the fields, and stars began to peep. They slowly into millions grew, and the leaves shook in the wind, and God covered the world with shade, and whispered to mankind. Upon the time of sparrow chirp, and the moths came once more, the old priest Peter Gilligan stood upright on the floor. Mavrone, the man has died, while I slept on the chair. He roused his horse out of his sleep, and he rode with little care. He rode now as he never rode, by rocky lane and thin. The sick man's wife opened the door. Father, you'll come again. And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan, in grief, swayed to and fro. When you were gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. He who had made the light of stars for souls who tire and bleed, sent one of his great angels down to help me in my need. He who was wrapped in purple robes, with planets in his care, had pity on the least of things, asleep upon a chair. Okay, yes, I think you might have read it. These are the lines you have to read once again. They slowly into millions grew, and leaves shook in the wind, and God covered the world with shade, and whispered to mankind. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Mavrone, the man has died. While he slept in the chair, he roused his horse out of his sleep and rode with little care. He rode now as he never rode, by rocky lane and fen. The sick man's wife opened the door. Father, you come again? And is the poor man dead? He cried. He died an hour ago. The old priest Peter Gilligan in grief swayed to and fro. When you are gone, he turned and died, as merry as a bird. The old priest Peter Gilligan, he knelt him at that word. He who had made the night of stars for souls who tire and bleed, sent one of these angels down to help me in my need. He who is wrapped in purple robes with planets in his care, had pity on the least of things, asleep upon a chair. മക്കളെ വായിച്ചിട്ടുണ്ടാവും, നല്ലോണം ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ് മക്കളെ, അങ്ങനെ അത് മനസ്സിലാവും. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളാണ്, വിളിച്ച് പറയാൻ പറ്റും. നോക്കണേ. What does the stand for? What does they stand for? They slowly into millions grew. അങ്ങനെ ഉണ്ടല്ലോ അതിൽ they എന്താണ് ഞങ്ങൾക്കറിയാം. That's chance. നിങ്ങൾ പറയാൻ നിൽക്കണ്ട. Pick out the lines that evoke an image of a mother covering a baby with a blanket and a lulls. അങ്ങനെ സാധനമായിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കണം. അതൊരു ചെറിയൊരു കുഞ്ഞിനെ
ഒരമ്മ എടുത്തിട്ട് പൊതച്ച് താരാട്ടി പാടുന്നത് സൂചിപ്പിക്കുന്നല്ലേ? നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന ഒരു വരിന്റെ ഏതായിരിക്കും അത്? ശ്രമിച്ചു നോക്കണില്ലെങ്കിൽ ഞാൻ പറയട്ടോ. ഹു ഇസ് ദ മാൻ റെഫേർഡ് ടു ഹിയർ? ഇവിടെ ആരാ ദ മാൻ? അയാൾ മരിച്ചു, ആരാ ഈ മനുഷ്യൻ ആരാണ്? ഇതൊക്കെ നമുക്ക് അറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിച്ചോട്ടെ ചർച്ചയാണ്, വിശദമായിട്ടും ചർച്ചയിൽ വരും. ഒന്ന് ശ്രമിച്ചു നോക്കുക പറയാൻ വേണ്ടിയിട്ട്. കുഡ് ഹി ഗോ ടു ദ poor man's house? പോകാൻ കഴിഞ്ഞു? അഭിപ്രായം yes or no? When did he rise? എപ്പോഴാണ് അദ്ദേഹം ഉണർന്നത്? What did he do then? എന്താ അദ്ദേഹം ചെയ്തത്? Did the man die before he had reached? എത്തുന്നതിന് മുമ്പ് മരിച്ചോ? Did he get the last communion? അത് അദ്ദേഹത്തിന് കിട്ടിയോ? He knelt him at that word. Why? എന്തുകൊണ്ടാണ് അദ്ദേഹം മുട്ടുത്തിയിട്ട്? അത് കേട്ടപ്പം വല്ലാത്ത ഭക്തിയോടുകൂടി മുട്ടുത്തി. എന്തുകൊണ്ടാണ്? How is God described here? ഗോഡിനെ എങ്ങനെയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്? What do the last two lines hint at the characters of Father Gilligan? അവസാനത്തെ വരിയിൽ നിന്ന് നമ്മളെ ഗില്ലിഗന്റെ എന്ത് സ്വഭാവമാണ് അറിയുന്നത്? ഒക്കെ നമുക്കറിയുന്ന ചോദ്യങ്ങളാണ്. കിട്ടുപ്പൊന്നാലോചിച്ച് വെക്കും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? എന്ത് പേര് വരിയുന്നത്? ഗോഡ് കവേർഡ് വിത്ത് ദ ഷെയ്ഡ് എന്ന് പറയുന്ന വരിയാണ്. ഇവിടെ വിശദം ചർച്ച ചെയ്യുമ്പോൾ കൂടി പറയുന്നത് മേ എന്ന് പറഞ്ഞാൽ പോർ മേൻ ആണ്. വാസ് ഗോയിങ് ടുഡേ നമുക്കറിയാം. അദ്ദേഹത്തിന് പോകാൻ പറ്റിയോ? നോ. When did he rise? The next morning. What did he do then? He roused his horse and rushed to the poor man's house. Did the man die before he had reached? Yeah. He knelt him at that word. Why? നല്ല ചോദ്യം. സസ്പെൻസ് ആണ്. നമുക്ക് ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കുഴപ്പമില്ല. As God described here, നമുക്കറിയാം purple robe ആണ്. He is in the care of the planets. You know that. And what the last two lines hint at the character of ഫാദർ ഗില്ലിഗൻ? വായിച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ ഡീപ്പ് റിലീജിയസ് ഫെയ്ത്ത് ആണ്. രണ്ടാമത്തെ ഇൻഡിയറിംഗ് ഹ്യൂമിലിറ്റി ആണ്. അദ്ദേഹം ദൈവവിശ്വാസം, അതൊരു വിനയമാണ് അത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നും കൂടിയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സ്റ്റാൻസ് ഒന്ന് മനസ്സിട്ട് വായിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ ഇപ്പൊ നല്ല ശ്രദ്ധിച്ചൊന്ന് വായിക്കണേ. പെട്ടെന്നൊന്ന് വായിക്കാം സ്റ്റാൻസാസ്. നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചാൽ മതി. Can pause it and read it. Okay, yes. കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ആ വരികൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. They slowly into millions grew and the leaves shook in the wind. What does that mean? Stars grew into millions. That became means the night became darker, right? And the leaves shook in the wind. The symbol ആണ് അറിയാതെ. And what did God do? He covered the world with shade and whispered to mankind. He communicated with the human souls, right? That means sleep has a soothing effect, right? That is for our tired souls, right? Night is for rest and day is for work, right? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലായാൽ മതി. പിന്നെ ഡീപ്പായിട്ടൊന്ന് ചർച്ച ചെയ്യും. റൈറ്റ്? Then what's the time is referred here in the next stanza? Upon the time of sparrow chirp when moths came once again. What may be the time? That is morning. We can hear sparrow chirp and twittering of birds in the morning, right? And then what did old priest Peter Gilligan do? He stood upright on the floor. He woke up and stood upright, right? And next, then he realized that he hadn't gone there and given the last communion to that man. That might cause damnation for both. രണ്ടാക്കും അത് ബുദ്ധിമുട്ടാവും. ശാപായിട്ട് അല്ലെങ്കിൽ രണ്ടാം നരകത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട്. അതുകൊണ്ട് he was horrified. He started crying out. എന്ത് പറഞ്ഞ? what did he say? എന്ത് പറഞ്ഞ അദ്ദേഹം പിന്നെ കരഞ്ഞത്? Mavron, the man has died while I slept in the chair. He started crying out like this, right? Then what did he do? He roused his horse. He roused his horse from its sleep and rode without caring for his own safety. How did he ride? He rode without caring for his safety. Then can you guess
the location or setting of this story, this poem, ഇപ്പോൾ സെറ്റിംഗിന്റെ സൂചനകളിലെ ഏതാണ്? by rocky lane and fen, that may be a countryside. Then who welcomed him, who received him? Sick man's wife. And what did she ask? Father, you come again? നിങ്ങൾ പിന്നെയും വന്നാന്ന് ചോദിച്ചു. Why did she ask so? Let us see it later, right? Yes. Now, and what did Peter Gilligan ask? Is the poor man dead? Did the poor man die? They murder. He died an hour ago. That was the answer of the reply of his wife. They മരിച്ചു എന്ന് പറഞ്ഞു. Then what was his impact? എന്താ അതിന്റെ effect ഉണ്ടായത്? You see, the old priest Peter Gilligan, he swayed in grief to and fro. He lost his balance in a way. അത് കേട്ട പെട്ടെന്ന് he was so shocked. പെട്ടെന്ന് ഷോക്കായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ആടാൻ തുടങ്ങി. അറിയാലോ. And what did our wife say again? പിന്നെന്താ പറഞ്ഞത്? എന്താണ്? When father was gone, then her husband turned and died very happily, as happy as a bird, right? Then when Peter Gilligan heard those words, he could realize what had happened. എന്താ സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയ മനസ്സിലാക്കാൻ പറ്റി. Then what did he do? The old priest Peter Gilligan knelt at that word. You see, this is the second time. First time he knelt because of remorse or repentance. You remember, this is because of gratitude and reverence. Really, പിന്നെ നന്ദി കൊണ്ട് അതല്ലെങ്കിൽ ബഹുമാനം കൊണ്ട് ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. റെഡി അല്ലേ മക്കളെ? ഓക്കെ. Now then he says, what does he say? He who hath made the night of stars for souls who tear and bleed, for whom night is made by God. ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? For souls who tear and bleed. And what did he do? He sent one of these great angels. അദ്ദേഹത്തിന്റെ ഒരു ഏഞ്ചലിനെ എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. റെഡി അല്ലേ? ഒരു ഏഞ്ചലിനെ പറഞ്ഞയച്ചു. To help him in need. Then he says, he who is wrapped in purple robes, you know, he is wrapped. God is covered. God has worn purple robes. അതൊക്കെ ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ചിട്ട് ഗോഡ് ആവാം, അതുപോലെ തന്നെ ഫാദർ ആവാം. പിന്നെ പർപ്പിൾ റോബാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. With the planets in his care, he is in care of planets, right? And he is in charge of planets, so he is in control of a planet. He is in supervision of planets. What did he do? He had pity. He had shown pity on the least of things, that is Father Gilligan, right? Clear? Yes. ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവും. Now let us see the questions. ഇത് ചെയ്യാൻ നമ്മൾ അങ്ങനെ ചെറിയ ചർച്ച നടത്തിയത്. What is meant by about the time of Sparrow? എന്താണ് Sparrow കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാലോ. What does the line and road with little care indicate? എന്താ വരി ഉദ്ദേശിക്കുന്നത്? Why is the sick man's wife surprised to see Father Gilligan? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായത്? Why was the priest overcome with grief at the words of the widow? എന്തുകൊണ്ടാണ് സങ്കടമായത്? He knelt him at that word. Why? എന്തുകൊണ്ടാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നമുക്കറിയാതെ. How did God save Father Gilligan from damnation? എങ്ങനെയാണ് ദൈവം സംരക്ഷിച്ചത്? He who hath made the night of stars for souls who tear and bleed. What do these lines mean? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What do you understand about the character of Father Gilligan from these words? Had pity on the list of things. എന്താണെന്ന് മനസ്സിലാകുന്നത്? ക്ലിയർ ആണല്ലോ? ഒറ്റയ്ക്ക് എഴുതുക, പോസ് ചെയ്തിട്ട്. Okay, now let us see the answers. What is meant by upon the time of Sparrow early morning? What does the line and road with little care indicate? He feared that one of his parishioners will be damned because of his stringing of his appointed chance. അദ്ദേഹത്തിന്റെ പണി ചെയ്യാത്തതുകൊണ്ട് അതിനൊരു അവകാശിയാവും. അതുകൊണ്ട് he was too eager to reach the house of the sick man. അത്രയും പെട്ടെന്ന് മരിക്കുന്നവിടെ എത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രണ്ടാൾക്കും ഡാമേജ് സംഭവിക്കാതെ. അറിയാലോ, അവരുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് അങ്ങനെയാണ്. He rode recklessly to his house without caring his own safety. അതുകൊണ്ടാണ് പിന്നെ സ്വന്തം സുരക്ഷ നോക്കാതെ അദ്ദേഹം പോയത്. അറിയാലോ. Why is the sick man's wife surprised to see Father Gilligan? അത് അവസാനം പറയേണ്ട നടപ്പം ജസ്റ്റ് കാണാം.
Her husband had received last sacrament or communion from the priest and he had paused happily, but the priest had come again. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് വരുന്നപ്പോൾ കാണാം. Now 10th question. See, why was the priest overcome with grief at the words of the widow? The priest was so heartbroken for failing in his religious responsibility to provide the last communion to the sick man. അദ്ദേഹത്തിന് മതപരമായ ഉത്തരവാദിത്തം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹം പരാജയപ്പെടുന്നു, വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ കാരണം. റൈറ്റ്? ഓക്കെ. He knelt him at that word. Why? The widow's words made Father Gilligan realize that God had extended his helping hand to him. The priest was humbled at this. ദൈവം സഹായിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. How did God save Father Gilligan from damnation? God sent one of his messenger angels to the earth to offer the last communion to the dying man. ഒരു മാലാഖ അയച്ചിട്ട് അദ്ദേഹത്തിന് സാക്രമെന്റ് ചെയ്തു, അറിയാലോ. And the next one, what does that mean? The poet asserted that God had made a night for the troubled humanity. വിഷമുള്ള ആളുകൾക്കാണ് രണ്ട് ഇമേജ്. ഒന്ന് ഇവിടെ വളരെ മെർസിഫുൾ ആയ ഗോഡിന്റെ ഒരു ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ വിഷമിക്കുന്ന സോൾസ്, ഹ്യൂമൻ സോൾസ് ഉണ്ട്, അറിയാലോ. നെക്സ്റ്റ് വൺ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. Next one, what do you understand about the character of Father Gilligan from his words? Had pity on the list of things. എന്താണ് അതിന് മനസ്സിലാവുന്നത്? അദ്ദേഹത്തിന് എന്ത് സ്വഭാവമാണ്? Deep religious belief and his enduring humility, or he was humble and pious. ക്ലിയർ ആണ് മക്കളെ? വളരെ ഈസിയാണ്, നല്ല പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. Now let us discuss the poem in detail. Okay dears, now see. They slowly into millions grew and they shook in the wind. 2 words are there, you know. Still we can see it. Million means 10 lakh, right? Millions എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ കണ്ടമാനായിട്ട് മാറി, ഇൻഡെഫിനിറ്റ് നമ്പർ, എണ്ണാൻ പറ്റാതായുള്ള സെൻസ് ഒക്കെ എവിടെ ഉള്ളൂ. വിസ്പർ എന്ന് പറഞ്ഞാൽ സ്പീക്ക് സോഫ്റ്റ് ഇൻ എ ലോ വോയിസ്, മന്ത്രിക്കുക എന്നാണ് നിങ്ങൾക്കറിയാം. വിസ്പർ പറയുമ്പോൾ അർത്ഥം അവിടെ വരും. സീൻ നമുക്ക് അർത്ഥത്തിലേക്ക് പോകാം. They slowly into millions grew. Stars grew into millions slowly. നക്ഷത്രങ്ങൾ പതുക്കെ എണ്ണാൻ പറ്റാത്ത അത്രയായിട്ട് മാറി, അറിയാലോ. And leaves shook in the wind. Leaves ഇലകള് കാറ്റത്ത് എന്ത് ഇളകി. We can see such a sound. And God covered the world with shade. Darkness spread all over the world എന്ന് അർത്ഥമുള്ളൂ. അതൊരു അലങ്കാരിയായി പറഞ്ഞ മെറ്റഫോറിക്കലാണ്, ഇതാണത് പ്രയോഗമാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് ഭൂമിയെ ലോകത്തെ ഒന്നായിട്ട്, പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ലോകത്തെ ഭൂമി ഒന്നായിട്ട് എന്ത് ചെയ്തു? ആ ലോകത്തൊന്നായിട്ട് ഇരുട്ട് കൊണ്ട് മൂടിയിട്ട് പുതച്ചിട്ട് നമ്മളെ മനുഷ്യകുലത്തോട് ദൈവം മന്ത്രിച്ചു. നല്ല രസമുള്ളൊരു വരിയാത്ത മക്കളത്, വളരെ രസമാണ്. നമ്മൾ കാണുമ്പോൾ മനസ്സ് വേണ്ടത് ഒരു കുഞ്ഞ് എങ്ങനെയാണോ ഒരു കുട്ടിയെ സ്വന്തം കുട്ടിയെ പിന്നെ താലോലിച്ച് ഉണർത്തുന്നത്, പിന്നെ ഉറക്കുന്നത്, അതേപോലെയാണ് നമ്മളിത് കാണേണ്ടത്. നല്ലോണം ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളാണ്. എന്നിട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു കുഞ്ഞിനെ ഒരമ്മ എന്ത് ചെയ്യുന്നു? സ്വന്തം കുഞ്ഞിനെ മാത്രമേ ഇങ്ങനെ ഉറക്കുള്ളൂ. പിന്നെ ദൈവം നമ്മളെല്ലാവരും അതേപോലെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, now serious. Upon the time of sparrow chirp, that means the time of sparrow chirp means at the time when the sparrows started chirping. എപ്പോഴാണ് സമയം? എപ്പോഴാണ്? രാവിലെ, പിറ്റേന്ന് രാവിലെ കുരുവികൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, ചെർപ്പ് ചെയ്യാൻ, ചിലക്കാൻ തുടങ്ങുന്ന സമയത്ത്, വീണ്ടും ഏത് വന്നപ്പോൾ നിശാശലഭങ്ങൾ വന്ന സമയപ്പോ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ stood upright on the floor. റെഡി ആണല്ലോ. അദ്ദേഹം മെല്ലെ എണീറ്റ് നിന്നു. ക്ലിയർ ആയിരിക്കും റെഡിയല്ലേ? Now you can see his paraphrasing here. You can read it and some explanations. You can read it, yes, right? Now let us see. Sparrow chirping means early morning. God covered the world with a shade means these lines evoke the image of mother covering baby. ഞാൻ പറഞ്ഞു അത് ഒരു മെറ്റഫോറിക്കൽ എക്സ്പ്രഷൻ ആണ്, അലിട്രേഷൻ ആണ്. വേർഡ് വിത്ത് മോർ പ്രീസ്റ്റ് പീറ്റർ, അസനൻസ് ആണ് പ്രീസ്റ്റ് പീറ്റർ. വിഷ്വൽ ഇമേജ് ആണ് slowly into millions grew, moth came once more. ഓഡിറ്ററി ഇമേജ് ആണ് leaves shook in the wind, whispered to mankind. sparrows ഒക്കെ നമുക്ക് അറിയുന്നതാണ്. റൈം വേർഡ്സ് ആണ് wind, mankind and more, floor. റൈം സ്കീം ABCD ആണ്. റെഡിയല്ലേ? Okay, now let us move on to the next stanza. Mavron, the man has died while I slept in the chair. He roused the horse out of his sleep.
he rode with little care. ശ്രദ്ധിക്കണം, മോബ്രോൺ എന്ന് പറഞ്ഞാൽ അലാസ് എന്നൊക്കെ പറയുന്നതിന് ഐറിഷിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മോബ്രോൺ. എന്റെ സംഘടന എന്നൊക്കെ ഒരു വാക്കിന്റെ അർത്ഥം. റെഡിയല്ലേ? അതായത് അദ്ദേഹം പെട്ടെന്ന് വന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുന്ന അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഉറങ്ങിയപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡാമേജ് സംഭവിക്കും, അത് ഇയാൾ കാരണം അദ്ദേഹം കാരണമെന്നുള്ളത് അദ്ദേഹം വളരെ സങ്കടമായിട്ട് അദ്ദേഹം വിളിച്ചിട്ട് പറയാ ചെയ്യുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്തു, ആ കുതിരയെ ഉണർത്തിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ സേഫ്റ്റി പോലും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് അതിനെ ഓടിച്ചു പോയി. റെഡിയല്ലേ? അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഓടിക്കാത്ത അത്രയും വേഗത്തിലാണ് അദ്ദേഹം അതിനെ ഓടിച്ചത്. ഏതിലൂടെ പോയത്? പാറക്കെട്ടുകൾ നിറഞ്ഞ ഇടവഴികളിലൂടെയും അതുപോലെ തന്നെ മാഷിയിലാൻഡ് ചതുപ്പുകളിലൂടെയാണ് പോയത്. അല്ലെ പെട്ടെന്ന് എന്ത് ചെയ്തു, സിഗ്മാന്റെ വൈഫ് വാതിൽ തുറന്നു. എന്നിട്ട് ചോദിച്ചു, അച്ഛ അങ്ങ് വീണ്ടും വന്നോ എന്ന് ചോദിച്ചു. ഇതാണ് ശ്രദ്ധിക്കണേ. പിന്നെ ഫെന്നാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ ദിസ് വൺ ഈസ് റോക്കി ലെയിൻ. റോക്കി ലെയിൻ നൗ യു സീ Maron in expression of sorrow ആണ്. വേർബ്സ് എന്ന് പറഞ്ഞാൽ to wake somebody up from sleep ആണ്, deep sleep ആണ്. Fen എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഫ്ലാറ്റ് വെറ്റ് ലാൻഡ് ആണ്. അതിലെ ഫസ്റ്റ് സ്റ്റാൻസിന്റെ ആശയം നമ്മൾ വായിക്കണം. ഇതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. ശ്രദ്ധിക്കുക, വായിച്ചു നോക്കണം. ഞാൻ അങ്ങനെ വായിച്ചു നോക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. Right, yes, Mavran the man has died എന്നതിന്റെ ആശയതാണ്. അതുപോലെ റോഡ് വിത്ത് ലിറ്റിൽ കെയർ അതിന്റെ ആശയമാണ്. ബൈ റോക്കി ലൈൻ ആൻഡ് ഫെൻ എന്താ കാണിക്കുന്നതാണ്. ലിറ്ററേഷനുകൾ, അസനൻസ്, റൈമിംഗ് വേർഡ്സ്, റൈം സ്കീം ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണത്. വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്. ശ്രദ്ധിക്കുമല്ലോ. സിഗ്മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ ഫാദർ യു കം അഗെയിൻ. ഇത് മാത്രമായാലും അത് പണ്ടത്തെ ഒരു വാതിലാണ് ശബ്ദം ഉണ്ടാവട്ടോ. അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓഡിറ്ററി ഇമേജ് ആണ്. റൈറ്റ്, അടുത്ത പറയാം നമുക്ക്. ആൻഡ് ഈസ് ദ poor man dead? He cried. He died an hour ago. The old priest Peter Gilligan grief swayed to and fro. ഇത് ഇവർ പറയുന്നൊന്നും എന്താണ് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും ചോദിക്കാം, അദ്ദേഹം മരിച്ചോ? അയാൾ മരിച്ചുപോയോ? അപ്പോ ഇവര് പറഞ്ഞ 1 മണിക്കൂർ മരിച്ചു. ഇതെന്ന് കേട്ട സമയത്ത് പീറ്റർ ഗില്ലിഗൻ സങ്കടം കൊണ്ട് ആടാൻ തുടങ്ങി, പിന്നോട്ടും ആടാൻ തുടങ്ങി. എന്താ പിന്നെ അവർ വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ പോയപ്പോ അദ്ദേഹം തിരിഞ്ഞു കിടന്നിട്ട് മരിച്ചു. വളരെ സന്തോഷത്തോട് പക്ഷിയെ പോലെ ഹാപ്പി ആയിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞു. അപ്പോ പീറ്റർ ഗില്ലിഗന് മനസ്സിലായ സംഭവം എന്താന്നുള്ളത്. അങ്ങനെ അദ്ദേഹം ചെയ്തു, മുട്ടുകുത്തിയിട്ട് ദൈവത്തിന് നന്ദിയും ദൈവത്തോട് കടപ്പാടും അറിയിച്ചു എന്നാണ്. ക്ലിയർ ആണല്ലോ. സ്വൈഡ് എന്ന് പറഞ്ഞാൽ ടു മൂവ് റിതമിക്കലി ബാക്ക്വാർഡ് ആൻഡ് ഫോർവേഡ് ആണ്. അറിയില്ലേ, ഫ്രം സൈഡ് ടു സൈഡ് ആണ്. ഇത് അതിന്റെ പാരഫ്രൈസിംഗ് ആണ്. പിന്നെ അല്ല സിമിലി ഉണ്ട്. ആസ്മറി ആസബേർഡ് സിമിലാണ് നമുക്കറിയാം. ലിറ്ററേഷൻ ഉണ്ട്, വിഷ്വൽ ഇമേജസ് ഉണ്ട്, അതുപോലെ ഓഡിറ്ററി ഇമേജ് ഉണ്ട്, റൈമിംഗ് വേർഡ്സ് ഉണ്ട്, പിന്നെ റൈം സ്കീം. എളുപ്പമാണ് വിശദീകരിക്കുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടിയല്ലേ. ചെറിയൊരു വിശദീകരണമാണത്, നല്ലോണം ശ്രദ്ധിക്കണം. ലാസ്റ്റ് സ്റ്റാൻസ് ആണ് ഹി ഹു ഹാഡ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. ദൈവമാണ് എന്തുണ്ടാക്കിയത്? രാത്രി, നക്ഷത്രങ്ങൾ രാത്രി ഉണ്ടാക്കിയത്. അത് വല്ല അത്ഭുതമില്ലേ മക്കളെ? പകലൊക്കെ നക്ഷത്രങ്ങൾ, പക്ഷെ മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റില്ല, അമ്മായി ചൂടാണ്. രാത്രി കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, പക്ഷെ വളരെ തണുപ്പാണ്. അത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? ഫോർ സോൾസ് ടു ടയർ ആൻഡ് ബ്ലീഡ്. ക്ഷീണിച്ച, വേദനിക്കണം. ബ്ലീഡിന് രക്തമൊലിക്കുന്ന അർത്ഥം, ഇവിടെ വേദനിക്കുന്ന അർത്ഥം കൊടുത്താൽ മതി. മനുഷ്യാത്മാക്കൾക്ക് വേണ്ടിയാണ്. സെൻഡ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ ടു ഹെൽപ്പ് മീ ഇൻ മൈ നീഡ്. ഒരു മാലാഖയെ അയച്ചിട്ട് അദ്ദേഹത്തിന് വളരെ പിന്നെ ആവശ്യ സമയത്ത് സഹായിച്ചു. അറിയാലോ അദ്ദേഹം എങ്ങനെയുള്ളത്? അദ്ദേഹം പർപ്പിൾ റോബ് ധരിച്ച ആളാണ്. ഈ റോബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാനം കാണിക്കുന്ന ഡ്രസ്സാണ്, മേൽക്കുപ്പാണ്. നമുക്കറിയാം. പർപ്പിൾ എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് റെഡ് ആണ് നമുക്കറിയാം. റാപ്പ് കവേർഡാണ്. അതായത് ഗ്രഹങ്ങളെ സംരക്ഷിക്കുന്ന പിന്നെ പർപ്പിൾ മേൽക്കുപ്പായം ധരിച്ച അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പിന്നെ had pity on the least of things asleep on the chair. വളരെ നിസ്സാരനായ, വളരെ പാവപ്പെട്ട, വളരെ നിസ്സാരനായ ഞാൻ അവിടെ ചെയറിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നോട് കരുണ കാണിച്ചു. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മനുഷ്യരൊക്കെ ആകുമ്പോൾ സ്വന്തം കിടയിലുള്ള സ്വന്തം സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ വലിയ അടുപ്പം കാണിക്കും. ദൈവം അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവമാണ്. പക്ഷേ എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും കരുണ കാണിക്കുന്നു. എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു മെസ്സേജ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവമാണ് എന്നൊരാശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെഡിയല്ലേ? ഓക്കെ, യെസ്. നൗ ഹാസ് പണ്ടത്തെ രൂപമാണ്, ആർക്കൈക്ക് യൂസ് ആണ്. ബ്ലീഡ് ഞാൻ പറഞ്ഞു. റാപ്പിഡ് പർപ്പിൾ എന്ന് പറഞ്ഞ ബ്ലൂയിഷ് റെഡ് ആണ്. റോബും പറഞ്ഞു. റെഡിയല്ലേ? ഇതിന്റെ ആശയമാണ്, ശ്രദ്ധിച്ച് വായിക്കണേ. റൈറ്റ്, ഹാഡ് പിറ്റി ഉള്ളതിന്റെ ഒരു ആശയമാണിത്.
അലിട്രേഷൻ ഉണ്ട്, അതുപോലെ വിഷ്വൽ ഇമേജ് ഉണ്ട്, റൈം വേർഡ്സ് ഉണ്ട്, റൈം സ്കീം ഉണ്ട്. കാരണം മനസ്സിലാക്കണം, അതിന്റെ ഒരു ആശയമാണ്, ശ്രദ്ധിക്കണം. ഒരു ചെറിയ വിശദീകരണമാണ്. നൗ നമ്മൾ ഇതിൽ മൊത്തത്തിൽ നമുക്ക് അറിയേണ്ട ഒന്ന് ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ആശയങ്ങളാണ്, ശ്രദ്ധിച്ച് പഠിക്കണം. റൈഡിയസ് നൗ സ്പാരച്ചം ശ്രദ്ധിക്കണം കേട്ടോ. വളരെ പ്രധാനമായിട്ട് പരീക്ഷ ഓറിയന്റായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണിത്. നൗ ലെറ്റ് us see the main ideas. I think you can read it. It has been simply explained and briefed. വളരെ ചുരുക്കി കാര്യങ്ങൾ പറയും, ശ്രദ്ധിച്ച് ചെയ്യെല്ലാം കുഴപ്പമുണ്ടാവില്ലെല്ലാം വായിച്ചു നോക്കണേ, പോസ് ചെയ്ത് എഴുതിയെടുക്കുമ്പോൾ. Now let us prepare an appreciation of the poem. We have learned how to write an appreciation. രണ്ട് കവിതകൾ നമ്മൾ പഠിച്ചതാണ്, ശ്രദ്ധിക്കണം, നോക്കി മനസ്സിലാക്കില്ല, വിശദീകരിക്കുന്നില്ല. Now you can see a sample appreciation. This is from question pool, right? വായിച്ചു നോക്കണം, പോസ്റ്റ് ചെയ്തിട്ട് മക്കളെ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇനി ആക്ടിവിറ്റികൾ മാത്രമുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണും. അപ്പോൾ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയം with a good message. So learn it thoroughly and enjoy it, right? If you haven't subscribed it, please subscribe. Thank you for watching. Meet you again. Till then, goodbye. Have a nice day.